എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. പരിവാഹൻ വെബ്സൈറ്റിൽ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് പേയ്മെൻറ്റ് നടത്തുന്നത് എങ്ങനെ എന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. വീഡിയോകൾക്കൊക്കെ ലൈക്കുകൾ അടുത്ത കാലത്തായി വളരെ കുറവാണ്. ലൈക്കുകളേക്കായി കമൻറ്റുകൾ, സംശയങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിയുന്ന രീതിയിൽ അറിയാവുന്ന മറുപടികളൊക്കെ ഞാൻ നൽകാറുമുണ്ട്. വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ കൈയെടുത്തൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അതൊരു കരഘോഷത്തിന് സമാനമാണ്, പ്രചോദനം നൽകുന്ന ഒന്ന് തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം. പലപ്പോഴും ഓൺലൈൻ സെൻറ്ററുകളിലൊക്കെ ആൾക്കാർ വന്ന് യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് പരിവാഹനിൽ പേയ്മെൻറ്റ് നടത്തണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. അതുപോലെ തന്നെ RTO ഓഫീസുകളിൽ നിന്നും യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തണം എന്ന് നിർദ്ദേശിക്കാറുമുണ്ട്. ഇതൊക്കെ ഏത് സാഹചര്യത്തിലാണെന്ന് കൂടി നമുക്ക് പറഞ്ഞു പോകാം. സാധാരണ രജിസ്ട്രേഷൻ, റിന്യൂവൽ പേയ്മെൻ്റ് ഒക്കെ നടത്തിയതിന് ശേഷം ഇൻസ്പെക്ഷന് കൊണ്ടുപോകാൻ താമസിക്കുന്ന സാഹചര്യങ്ങളിൽ അവിടെ കോമ്പൗണ്ടിങ് ഫൈൻ വരാറുണ്ട്. അത് RTO ഓഫീസിൽ നിന്നും അത് നിശ്ചയിക്കുകയും യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് തരികയും അതുവഴി അടയ്ക്കാൻ പറയുകയുമാണ് ചെയ്യുന്നത്. മറ്റൊരു സാഹചര്യം, നമ്മൾ കൊമേഴ്ഷ്യൽ വെഹിക്കിളിനൊക്കെ ഫിറ്റ്നസ്സിന് കൊണ്ടുപോകാൻ താമസിക്കുന്ന സാഹചര്യങ്ങളിലും ഇതുപോലെ ഫിറ്റ്നസ്സിൻ്റെ ഭാഗമായി ഇൻസ്പെക്ഷന് പോകാൻ താമസിക്കുന്ന സാഹചര്യങ്ങളിലും ഇതുപോലെ നമുക്ക് കോമ്പൗണ്ടിങ് ഫൈൻ വരികയും അത് യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ പല സാഹചര്യങ്ങളിലും നമുക്ക് RTO ഓഫീസിൽ നിന്നും യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് തരികയും അതുവഴി പേയ്മെൻറ്റ് നടത്തി പിന്നീടുള്ള പ്രോസസ്സുകൾ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യാറുണ്ട്. പരിവാഹനിൽ തന്നെയുള്ള ഈ ഒരു വെബ്സൈറ്റിലാണ് നമ്മൾ പ്രവേശിക്കേണ്ടുന്നത്. ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മോറിൽ പ്രസ് ചെയ്ത് താഴെ നിങ്ങൾക്ക് ആ ലിങ്ക് ലഭിക്കും. ആ ലിങ്ക് വഴി ഈ ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ആ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇവിടെ മുകളിൽ കാണുന്ന ലിങ്കുകളിൽ ആദ്യത്തെ ലിങ്കിൽ റൗണ്ട് എനേബിൾ ചെയ്ത് നമുക്ക് ഫ്രഷായിട്ട് പേയ്മെൻറ്റ് നടത്താനും റീവെരിഫൈ ചെയ്യാനും ഒക്കെ സാധിക്കും. രണ്ടാമത്തെ ലിങ്ക് അല്ലെങ്കിൽ ആ റൗണ്ട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ട്രാൻസാക്ഷൻ റീവെരിഫൈ ചെയ്യുവാൻ സാധിക്കും. ഇപ്പം ബാങ്കിൽ നിന്നും ക്യാഷ് കട്ടായി പോയി, പക്ഷേ നമുക്ക് റെസിപ്റ്റ് കിട്ടാതെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ ആ ഒരു ലിങ്ക് എനേബിൾ ചെയ്തതിന് ശേഷം, അതായത് രണ്ടാമത്തെ റൗണ്ട് എനേബിൾ ചെയ്തതിന് ശേഷം നമ്മളിത് യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് വീണ്ടും ലോഗിൻ ചെയ്താൽ അവിടെ ഓൾ ട്രാൻസാക്ഷൻസ് അവിടെ കാണിക്കുകയും അവിടെ നമുക്ക് ഫെയിലായിട്ടുള്ള ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ റീവെരിഫൈ ബട്ടണിൽ പ്രസ് ചെയ്ത് നമുക്ക് ഫെയിലായിട്ടുള്ള ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആക്കി എടുക്കുവാനും സാധിക്കും. അതല്ല, ബാങ്കിൽ നിന്നും ക്യാഷ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബാങ്ക് സൈഡ് ഡൗൺ ആയിട്ട് തന്നെ കിടക്കുകയും ചെയ്യും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ സ്റ്റെപ്പാണ് രണ്ടാമത്തെ റൗണ്ട് എനേബിൾ ചെയ്യുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ഇനി നമുക്ക് ഫ്രഷ് പേയ്മെൻറ്റ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യത്തെ റൗണ്ട് എനേബിൾ ചെയ്തതിന് ശേഷം തൊട്ട് താഴെ നമുക്ക് RTO ഓഫീസിൽ നിന്ന് തന്ന യൂസർ ഐ ഡി ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും തൊട്ട് താഴെ അവിടുന്ന് തന്നെ തന്ന പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്ത് തൊട്ട് താഴെ ക്യാപ്ച കോഡുകൾ കൊടുത്തിട്ടുണ്ട്. അതെന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ആദ്യം കൊടുക്കുന്ന യൂസർ ഐ ഡി ആപ്ലിക്കേഷൻ നമ്പറാണ്. ആപ്ലിക്കേഷൻ നമ്പർ ഏതാണ്ട് നമ്മളുടെ ചലാൻ നമ്പർ പോലെ തന്നെയൊക്കെ ഇരിക്കും. KL ആയിരിക്കും തുടങ്ങുന്നത് മിക്കവാറും. ഇവയെല്ലാം കറക്റ്റായിട്ട് പാസ്വേഡ്, ഇത് രണ്ടും ഈ ആപ്ലിക്കേഷൻ നമ്പർ എന്ന യൂസർ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡും RTO ഓഫീസിൽ നിന്ന് നമ്മൾ എഴുതി വാങ്ങിക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അതിനുശേഷമാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. തൊട്ട് താഴെയുള്ള ക്യാപ്ച കോഡും കൊടുത്തതിന് ശേഷം ലോഗിൻ ഓൺലൈൻ പേയ്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമുക്ക് ഇങ്ങനെ ഒരു പേജ് ലഭിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഈ വാഹനം നമ്മളുടെ തന്നെയാണോ ആണെന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഓണർ നെയിം കൊടുത്തിട്ടുണ്ട്, പരിശോധിച്ച് നോക്കണം. അതുപോലെ ചേസിസ് നമ്പർ എന്ന ഷാസി നമ്പറുണ്ട്, അതുപോലെ എൻജിൻ നമ്പരും ഉണ്ട്. ഇതൊക്കെ കറക്റ്റാണോ എന്ന് പരിശോധിച്ച് നോക്കണം. വെഹിക്കിളിൻ്റെ ഏത് ടൈപ്പ് വെഹിക്കിളാണെന്നും കൊടുത്തിട്ടുണ്ട്. ഇവയൊക്കെ പരിശോധിച്ച് നോക്കണം. അതിനുശേഷം ഇവിടെ പർപ്പസ് എന്താണെന്ന്, കോമ്പൗണ്ടിങ് എമൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്, എമൗണ്ടും കൊടുത്തിട്ടുണ്ട് 3000 രൂപയെന്ന്. അതെല്ലാം പരിശോധിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് മേക്ക് പേയ്മെൻറ്റിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. തുടർന്ന് ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. ആർ യു ഷ്യൂർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ കൊടുക്കാവുന്നതാണ്. തുടർന്ന് നമ്മൾ ട്രഷറിയുടെ പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. അവിടെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ട്രഷറി തിരഞ്ഞെടുത്തതിന് ശേഷം താഴെയുള്ള ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്കും വരുത്തിയതിന് ശേഷം കണ്ടിന്യൂവിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് പേയ്മെൻറ്റ് ഓപ്ഷൻസ് വരുന്നതാണ്. നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI തുടങ്ങിയ ധാരാളം പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് സ്വീകരിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. എല്ലാ വീഡിയോയിലും പറയുന്നതായതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. തുടർന്ന് നിങ്ങൾക്കൊരു റെസിപ്റ്റ് ലഭിക്കുന്നതാണ്. ഇത് സൂക്ഷിക്കാവുന്നതാണ്, പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.